നമസ്കാരം. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ദാരുണമായ വാർത്തയാണ് പുറത്തുവരുന്നത്. മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസികളും പോലീസും ചേർന്ന് നടത്തിയ മാനസിക പീഡനത്തിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കി. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് മരിച്ചത്. 24 വയസ്സ് മാത്രമായിരുന്നു ജസീലയുടെ പ്രായം. വിഷം കഴിച്ച് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ പോലീസിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബവും രംഗത്തെത്തി. കാസർഗോഡ് നാലത്തടുക്ക സ്വദേശിനി ജസീലയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അതീവ ദാരുണമാണ്. സംഭവത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ഭർത്താവിന്റെ വീടിന് സമീപത്തുള്ള അയൽവാസിയായ യുവാവും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ജസീലയ്ക്കെതിരെ സ്വർണം മോഷ്ടിച്ചു എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. യാതൊരുവിധ തെളിവുകളുമില്ലാതെ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണം ജസീലയുടെ കുടുംബജീവിതത്തെയും സാമൂഹിക അന്തസ്സിനെയും പാടെ തകർക്കുന്നതായിരുന്നു. കേവലം ഒരു സംശയത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ ആക്ഷേപം പിന്നീട് ജസീലയ്ക്കും കുടുംബത്തിനുമെതിരെയുള്ള വലിയൊരു വേട്ടയാടലായി മാറുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മോഷണാരോപണം ഉന്നയിക്കുക മാത്രമല്ല, ജസീലയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഈ കുടുംബം ശ്രമിച്ചതായി പരാതിയിലുണ്ട്. ഇതിന്റെ ഭാഗമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജസീലയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. 2 കുട്ടികളുടെ അമ്മയായ 24 വയസ്സുകാരി ജസീലയ്ക്ക് താൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ സമൂഹത്തിന് മുന്നിൽ നേരിടേണ്ടി വന്ന ഈ അപമാനം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ മാനസിക സമ്മർദ്ദമാണ് ഒടുവിൽ അവരെ ആത്മഹത്യ എന്ന കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മനംനൊന്ത് ജസീല വിഷം കഴിച്ചത്. താൻ നിരപരാധിയാണെന്നും ഈ ആരോപണങ്ങൾ തന്നെ മാനസികമായി തകർക്കുമെന്നും വ്യക്തമാക്കി ഒരു വീഡിയോ അടക്കം ചിത്രീകരിച്ച ശേഷമായിരുന്നു ഇവർ ഈ കടുങ്കൈ ചെയ്തത്. തുടർന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവെയാണ് ജസീല മരണത്തിന് കീഴടങ്ങിയത്. ചികിത്സയിലിരിക്കെ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് ജസീല വ്യക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദൂർ പോലീസിനെതിരെ ഉയർന്നു നിന്നിട്ടുള്ള ആരോപണങ്ങളും അതീവ ഗുരുതരമാണ്. നിയമപരമായ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലും മാനസിക പീഡനവുമാണ് യുവതി ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കളുടെ പ്രധാന പരാതി. ഇതിന്റെ വിശദ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അയൽവാസികൾ നൽകിയ മോഷണ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദൂർ പോലീസ് ജസീലയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രാഥമികമായ നിയമ സംരക്ഷണങ്ങൾ പോലും ഇവിടെ ലംഘിക്കപ്പെട്ടതായും കുടുംബം ആരോപിക്കുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെയാണ് തന്നെ ചോദ്യം ചെയ്തതെന്ന് ജസീല തന്റെ മരണമൊഴിയിലും വീഡിയോയിലും സൂചിപ്പിച്ചിരുന്നതായാണ് വിവരം. നിയമപ്രകാരം ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം നിർബന്ധമാണെന്നിരിക്കെ പുരുഷ ഉദ്യോഗസ്ഥർ മാത്രം ചേർന്ന് നടത്തിയ ഈ നടപടി വലിയ ചട്ടലംഘനമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചോദ്യം ചെയ്യലിനിടെ ഉദ്യോഗസ്ഥരിൽ നിന്നും കടുത്ത മാനസിക പീഡനം ജസീലയ്ക്ക് നേരിടേണ്ടി വന്നു. ചെയ്യാത്ത കുറ്റം സമ്മതിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ജസീലയുടെ മൊഴിയിലുണ്ട്. ഒരു സാധാരണ വീട്ടമ്മയെ ജസീലയെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം വലിയ ആഘാതം സൃഷ്ടിച്ചു. സമൂഹത്തിന് മുന്നിൽ അപമാനിതയായതിനു പുറമെ നിയമപാലകരിൽ നിന്നുകൂടി നീതി നിഷേധിക്കപ്പെട്ടത് ജസീലയെ മാനസികമായി തകർത്തു കളഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനും പരിശോധനകൾക്ക് ശേഷവും ജസീലയ്ക്കെതിരെ യാതൊരുവിധ തെളിവുകളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. മോഷണം നടന്നുവെന്ന് പറയുന്ന സ്വർണമോ മറ്റ് രേഖകളോ ജസീലയെ ബന്ധിപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഒടുവിൽ അവരെ വിട്ടയക്കുകയായിരുന്നു. എന്നാൽ നിരപരാധിയാണെന്ന് വ്യക്തമായിട്ടും പോലീസ് നടത്തിയ മോശം പെരുമാറ്റം ജസീലയുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചു. ഇല്ലാത്ത കുറ്റത്തിന് മേലൊരു കുറ്റവാളിയെ പോലെ തന്നെ കൈകാര്യം ചെയ്തതിൽ മനംനൊന്താണ് അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ യുവതിയുടെ മരണത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ജസീലയുടെ മൊഴി മജിസ്ട്രേറ്റ് നേരിട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഈ മരണമൊഴി എന്തായാലും കേസിൽ നിർണായകമാകും.